നമുക്കറിയാം, മുസ്ലിം ഉമ്മത്ത് വളരെ ആവേശത്തോടുകൂടി കാത്തിരിക്കുന്ന മാസമാണ് പരിശുദ്ധമായ റജബ്. ഒരു പ്രത്യേകമായ ദുആ നമ്മൾ നടത്താൻ പോവുകയാണ് റജബ് മുതൽ. അതെന്താണ്? അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബിൻ വശഅബാൻ വബല്ലിഗ്നാ റമളാൻ വവഫിഖ്നാ ഫീഹി ലിസ്സിയാമി വൽഖിയാമി വതിലാവത്തിൽ ഖുർആൻ. അല്ലാഹുവേ, പരിശുദ്ധമായ റജബിലും ശഅബാനിലും നീ ഞങ്ങൾക്ക് ബറക്കത്ത് ചെയ്യണം. പോരാ, വബല്ലിഗ്നാ റമളാൻ, റമളാനിനെ ഞങ്ങൾക്ക് എത്തിച്ചു തരണം. മാത്രമല്ല, വവഫിഖ്നാ ഫീഹി ലിസ്സിയാമി വൽഖിയാമി വതിലാവത്തിൽ ഖുർആൻ, ആ പരിശുദ്ധമായ റമളാനിൽ ഞങ്ങൾക്ക് നിസ്കരിക്കണം, നോമ്പെടുക്കണം, തറാവീഹ് നിർവഹിക്കണം, മറ്റുള്ള സുഹൃതങ്ങളൊക്കെ ചെയ്യണം. അതിനുള്ള തൗഫീഖ് നീ ഞങ്ങൾക്ക് നൽകണമേ എന്ന് 2 മാസം തുടർച്ചയായി നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എന്തുകൊണ്ടെന്നാൽ പരിശുദ്ധമായ റജബിലും ശഅബാനിലുമുള്ള പ്രാർത്ഥനയ്ക്ക് വലിയ ഇജാബത്തുണ്ടെന്നാണ്. പ്രത്യേകിച്ച് റജബ് 1 രാവ്, എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് പറയാണ്, അത് നമ്മൾ വല്ലാതെ കണക്കിലെടുക്കണം. റജബ് 1 രാവ് എന്ന് പറയുന്നത് ദുആഇന് ഇജാബത്തുള്ള രാവാണ് എന്ന് മഹാന്മാരായ ഉലമാ ഒത്തുസമ്മതിച്ച കാര്യമാണ്. ഒരു വർഷത്തിലെ 5 രാത്രികളിൽ ഇജാബത്തുണ്ടെന്നാണ്. അതിൽ ഒരു രാവെന്ന് പറയുന്നത് അവ്വലു ലൈലത്തിൻ മിൻ റജബ്, പരിശുദ്ധമായ റജബ് മാസത്തിലെ 1-ാമത്തെ രാത്രിയാണ്, ആദ്യത്തെ രാത്രിയാണ് എന്ന് മഹാന്മാരായ ഉലമാ രേഖപ്പെടുത്തുന്നുണ്ട്. അല്ലാഹു ആ രാവിനെ വേണ്ടതുപോലെ വിനിയോഗിക്കാൻ നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ആ രാവിനൊരു പ്രത്യേകതയുണ്ട് പ്രിയപ്പെട്ടവരെ. നമ്മുടെ ഹബീബ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ ജനനത്തിന് കാരണമായ അവിടത്തെ ശറഫാക്കപ്പെട്ട നുതുഫത്ത് മഹാനായ അബ്ദുള്ള എന്ന് പറയുന്ന മുത്തുനബിയുടെ ഉപ്പയുടെ മുതുകിൽ നിന്ന് അവിടുത്തെ പ്രിയപ്പെട്ട മാതാവായ സയ്യിദത്തുന ആമിന ബീവി റളിയല്ലാഹു അൻഹായുടെ ഗർഭപാത്രത്തിലേക്ക്, ഉദരത്തിലേക്ക് നീങ്ങിയ രാവാണ് റജബ് 1 രാവെന്ന് പറയുന്നത്. അപ്പൊ അത് പ്രധാനപ്പെട്ട രാത്രിയാണ്, ഒരുപാട് മഹത്വങ്ങൾ നിറഞ്ഞ രാവാണ്. നമുക്കറിയാലോ, ആമിന ബീവി മുത്തുനബിയെ ഗർഭം ധരിക്കുന്നത് റജബിലാണ്. റജബിൽ ഗർഭം ധരിച്ചിട്ട് പരിശുദ്ധമായ റബീഉൽ അവ്വൽ 12-നാണ് ഹബീബ് ഭൂമിയിലേക്ക് പൂജാതനാകുന്നത്. അതിന്റെ തുടക്കമാകുന്ന ഈ ലോകത്തിന്റെ നേതാവായ റഹ്മത്തുല്ലിൽ ആലമീനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഗർഭധാരണത്തിന്, അവിടുത്തെ ജന്മത്തിന് കാരണമായ ഗർഭധാരണത്തിന് അല്ലാഹു നിശ്ചയിച്ചിട്ടുള്ള, തീരുമാനിച്ചിട്ടുള്ള രാത്രിയാണ് പരിശുദ്ധമായ റജബ് എന്ന് പറയുന്നത്. മാത്രവുമല്ല, നമുക്കറിയാം റജബ് എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ മാസമാണെന്നാണ്. അത് അള്ളാന്റെ മാസമാണ്. ഇതിന്റെ അർത്ഥം ബാക്കിയുള്ളതൊന്നും അല്ലാഹുവിന്റെ മാസമല്ല എന്നല്ല. നമ്മളങ്ങനെ ഉണ്ടല്ലോ, നമുക്കൊരു 4-5 കുട്ടികളുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കുട്ടിനെ ചൂണ്ടിയിട്ട് നമ്മൾ പറയും ഓൻ ഇന്റെ കുട്ടിയാണെന്ന് പറയും. അതിന്റെ അർത്ഥം എന്താ? ബാക്കിയുള്ളവരൊക്കെ ആരാൻ്റെതാണെന്നല്ലല്ലോ. മറ്റുള്ള കുട്ടികളിൽ നിന്ന് വ്യത്യസ്തമായി ഈ കുട്ടിക്ക് ചില പ്രത്യേകതകളുണ്ട്. ഓൻ ഇന്റെ കുട്ടിയാണ്, ഞാൻ ആഗ്രഹിച്ച പോലെ വളർന്നു വരുന്ന കുട്ടിയാണ് ഓൻ എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. ആ കുട്ടിക്ക് മഹത്വമുണ്ട്, ഫളിലുണ്ട്, ഖുസൂസിയത്തുണ്ട് എന്നാ. എന്നതുപോലെ ഇന്ന ഇദ്ദത്ത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹ്, അല്ലാഹുവിന്റെ കിതാബിൽ ടോട്ടൽ 12 മാസമാണുള്ളത്. ആ 12 മാസങ്ങളും അല്ലാഹുവിന്റെ മാസങ്ങൾ തന്നെ. പക്ഷേ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അല്ലാഹുവിലേക്ക് പ്രത്യേകമായി ചേർത്തി പറഞ്ഞ മാസമാണ് റജബുൻ ഷഹ്റുല്ലാഹ്. അത് അള്ളാന്റെ മാസമാണ്. അതിനൊരുപാട് മഹത്വങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിയാറുകൾക്ക് ധാരാളമായി നിഅമത്തുകൾ ചൊരിഞ്ഞു കൊടുക്കുന്ന തുസബ്ബു ഫീഹിൽ ബറകാതു അലൽ ബറായാ, ബർക്കത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകൾക്ക് ചൊരിഞ്ഞു കൊടുക്കുന്ന മാസമാണ് പരിശുദ്ധമായ റജബ്. മാത്രമല്ല മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് മഹാന്മാരൊക്കെ അടുക്കാൻ
ചെന്ന് ചേരാൻ ആഗ്രഹിച്ച മാസമാണ് പരിശുദ്ധമായ റജബ് എന്ന് പറയുന്നത്. റജബിൽ വഫാത്തായ മഹാന്മാർ ധാരാളമാണ്, നീണ്ട പട്ടികയാണ്. മഹാനായ സുൽത്താനുൽ ഹിന്ദ് ഖാജ മുഈനുദ്ദീൻ അൽ ചിശ്തിയിൽ അജ്മീരി തങ്ങളുടെ ആണ്ടിന്റെ മാസമാണ് പരിശുദ്ധമായ റജബ്. അതൊക്കെ ഒരാഗ്രഹം പോലെ കാര്യങ്ങൾ നടന്നു. എങ്ങനെയാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യാത്ര പോയ പരിശുദ്ധമായ റജബ് 27ന്റെ മിഅ്റാജിന്റെ രാത്രി. ആ റജബ് മാസം അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് മുത്തുനബി യാത്ര പോയ മാസമല്ലേ? അതുകൊണ്ട് മഹാന്മാർ പലരും അവരുടെ വഫാത്തിന് വേണ്ടി കൊതിച്ചിട്ടുള്ള മാസമാണ് പരിശുദ്ധമായ റജബ്. നീണ്ട പട്ടികയാണ്. വലിയ വലിയ മഹത്തുക്കളൊക്കെ പലരും അല്ലാഹുവിന്റെ റഹ്മത്തിലേക്ക് നീങ്ങിയ മാസമാണ് പരിശുദ്ധമായ റജബ്. റജബ്, ശഅബാൻ, റമളാൻ ഈ 3 മാസങ്ങളിൽ മരണപ്പെടുന്നവർക്ക് പ്രത്യേകമായ കാവലുണ്ടാവുന്നതാണ്. മൻമാത ഫീ റജബിൻ വഫീ ശഅബാന ഔ ശഹരി റമളാന ലഹുൽ ആമാന. റജബ്, ശഅബാൻ, റമളാൻ ഈ മാസങ്ങളിൽ മരണപ്പെട്ട മഹാന്മാരുടെ പട്ടികകൾ പരിശോധിച്ച് നോക്കി എണ്ണിയ തീരൂല, അത്രയും കൂടുതലാണ്. അവരൊക്കെ ആഗ്രഹിച്ചതാണ് പരിശുദ്ധമായ റജബിലോ ശഅബാനിലോ റമളാനിലോ റബ്ബിലേക്ക് നീങ്ങാൻ. എന്തേ അങ്ങനെ റബ്ബിലേക്ക് നീങ്ങിയവർക്ക് റബ്ബിന്റെ പ്രത്യേകമായ സംരക്ഷണം ഉണ്ടാകുമെന്ന് അയിമ്മത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എനിക്കെന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാനുള്ളത്, ഈമാനിനെ കരുപ്പിടിപ്പിക്കാൻ അല്ലാഹു നമുക്ക് നിശ്ചയിച്ച മാസങ്ങളാണ് വരാനിരിക്കുന്നത്. എല്ലാ മാസവും ഒരുപോലെയല്ല, എല്ലാ ദിവസവും ഒരുപോലെയല്ല, എല്ലാ മണിക്കൂറും ഒരുപോലെയല്ല, എല്ലാ സ്ഥലങ്ങളും ഒരുപോലെയല്ല, എല്ലാ നൂറ്റാണ്ടുകളും ഒരുപോലെയല്ല. നമുക്കറിയാലോ, 24 മണിക്കൂറിലെ ഏറ്റവും അഫ്ളലായ ടൈം എന്ന് പറയുന്നത് സുബ്ഹിന്റെ തൊട്ട് മുമ്പുള്ള സമയമാണ്, തഹജ്ജുദിന്റെ സമയമാണ്. അല്ലാഹു അതിനെ വിനിയോഗിക്കാൻ നമുക്കൊക്കെ തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. നിങ്ങളെ ഞാൻ അവസാനമായി പറയുന്നത്, പരിശുദ്ധമായ റജബാണ് വരുന്നത്. ഒന്നാമതായി ഫസ്റ്റ് രാവ് നമ്മൾ നല്ലോണം ഹയാത്താക്കുക. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഒന്നാമത്തെ രാവ് ഒരുപക്ഷെ ശനിയാഴ്ച രാത്രി ആയിരിക്കും, അല്ലെങ്കിൽ ഞായറാഴ്ച മഗ്‌രിബിന് ശേഷമുള്ള രാത്രി ആയിരിക്കും. റജബ് 1ന്റെ രാവ് നല്ലോണം നമ്മൾ അള്ളാഹിനോട് ദീർഘ, പ്രത്യേകിച്ച് റമളാനിൽ ആഫിയത്ത് നമുക്ക് കിട്ടണം, റമളാനിൽ ദീർഘായുസ്സ് കിട്ടണം. നമുക്ക് ആ റമളാനെ വേണ്ടതുപോലെ മുതലാക്കണം. അതിന് റബ്ബിനോട് തൗഫീഖിന് വേണ്ടി, സഹായത്തിന് വേണ്ടി ആവശ്യപ്പെടുക. അതോടൊപ്പം പരിശുദ്ധമായ റജബിൽ ഡെയിലി ഒരു 100 വട്ടമെങ്കിലും അസ്തഗ്ഫിറുല്ലാഹ് നമ്മൾ ചൊല്ലുക. നിങ്ങൾ ചൊല്ലൂലേ? ഇൻഷാ അല്ലാഹ് പറഞ്ഞേ. ചൊല്ലുന്നവരായിരിക്കും. ആരും ഇസ്തിഗ്ഫാർ ചൊല്ലാത്ത ആരും ഉണ്ടാവില്ല നമ്മളെ കൂട്ടത്തിൽ. എന്നാലും റജബ് മാസത്തിന്റെ പവിത്രത മനസ്സിലാക്കി ഡെയിലി ഒരു 100 വട്ടം അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് ഒന്നെങ്കിൽ അങ്ങനെ ചൊല്ലുക, അല്ലെങ്കിൽ അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് ചൊല്ലുക. ഇനി ചിലപ്പോൾ അതിനേക്കാളും വലിയ സയ്യിദുൽ ഇസ്തിഗ്ഫാറൊക്കെ അറിയുന്ന ആളുകൾ കൂട്ടത്തിലുണ്ടാകും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സയ്യിദുൽ ഇസ്തിഗ്ഫാർ ചൊല്ലിക്കോളിയും. അത് ഒന്ന് ചൊല്ലിയാറുള്ള കൂലി എത്രയാ? ഒന്ന് ചൊല്ലി അറിയുന്ന ആളുകൾ എൻ്റെ കൂടെ ഒന്ന് ചൊല്ലി. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖ്തനി വ അന അബ്ദുക വ അന അലാ അഹ്ദിക വ വഅദിക മസ്തതഅതു അഊദു ബിക മിൻ ശർരി മാ സ്വനഅതു അബൂഉ ലക ബിനിഅമതിക അലയ്യ വ അബൂഉ ബിദംബി ഫഗ്ഫിർ ലി ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത. പ്രഭാത സമയത്ത് ഇത് ഒരു തവണ ചൊല്ലുകയും ആ മന്ന് മഗ്‌രിബിന് മുമ്പ് അവൻ മരണപ്പെടുകയും ചെയ്താൽ ദഖലൽ ജന്ന, അവൻ സ്വർഗ്ഗത്തിൽ കടന്നു കഴിഞ്ഞു എന്ന് മുഹമ്മദ് മുസ്തഫ. അപ്പൊ ഇനി ഞാൻ കൂടുതൽ വഴന്നു പറയേണ്ട ആവശ്യമില്ല. ഇത് മാത്രം മനസ്സിലാക്കിയാൽ മതി. അറബി ഭാഷ അറിയുന്നവർക്കറിയാം, യദുഖുലുൽ ജന്ന എന്ന് പറഞ്ഞാൽ സ്വർഗ്ഗത്ത് കടക്കുന്നാണ്. ഈ ഹദീസിൽ യദുഖുലു എന്നല്ല പറഞ്ഞത്, ദഖല എന്നാ പറഞ്ഞത്. കടന്നു, നോ എനി ഡൗട്ട്. രാവിലെ ഒരു വട്ടം ചൊല്ലുക, നല്ല ഈമാനോടെ, നല്ല ബോധത്തോടെ, നല്ല മനസാന്നിധ്യത്തോടെ ഒറ്റ തവണ ചൊല്ലിയാൽ അന്നും മഗ്‌രിബിന് മുമ്പ് മരിച്ചോ സ്വർഗ്ഗോറപ്പാ. മഗ്‌രിബിന് ശേഷം ഒരു വട്ടം ചൊല്ലുക, ആ രാത്രി സുബ്ഹിന്റെ മുമ്പ് മരിച്ചോ ദഖലൽ ജന്ന എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ഒന്നുകിൽ നമ്മൾ പകല് മരിക്കും, അല്ലെങ്കിൽ രാത്രി മരിക്കും.
എപ്പം മരിച്ചാലും ഡെയിലി ഇതൊരു തവണ നമ്മൾ ചൊല്ലണം, പതിവായി ചൊല്ലേണ്ടതാണ്. പ്രത്യേകിച്ച് റജബ് മാസത്തെ കുറിച്ച് കൂടുതൽ നമ്മൾ ചൊല്ലാൻ നോക്കുക. അങ്ങനെ വന്നാൽ ഇൻഷാ അള്ളാഹ് ഷഅബാൻ ആകുമ്പോൾ ക്ലിയർ ആവും. പിന്നെ ഷഅബാനിൽ കുറച്ച് സ്വലാത്ത് അങ്ങ് ചൊല്ലുക. കാരണം ഷഅബാൻ റസൂലുള്ളാഹിന്റെ മാസല്ലേ. ഷഅബാൻ എൻ്റെ മാസാണ്, അത് സ്വലാത്തിന്റെ മാസാണ്. ഇന്നല്ലാഹ വ മലായികത്തുഹു എന്ന ആയത്ത് സൂറത്തുൽ അഹ്സാബിലെ ആയത്ത് ഇറങ്ങിയത് ഷഅബാനിലാണ്. അത് സ്വലാത്തിന്റെ മാസമാണ്, അത് മുത്തുനബിന്റെ മാസമാണ്. ആ സ്വലാത്തണ്ട് ചെല്ലുമ്പോൾ ബാക്കി വല്ല കറകളുണ്ടെങ്കിൽ ഒക്കെ പോയിട്ട് സ്ഫടിക സമാനമായ കൽബോടുകൂടി റമളാനിലേക്ക് കണ്ട് കടന്ന് ആ റമളാൻ നമ്മളുണ്ട് ഉഷാറാക്കിയ ഇൻഷാ അല്ലാഹ് ശവ്വാലാകുമ്പോഴേക്കും രക്ഷപ്പെടാൻ കഴിയും. അല്ലാതെ റജബും ശഅബാനും നമ്മൾ അശ്രദ്ധമായിട്ട് തോന്നുന്ന പോലെ ജീവിച്ചിട്ട് റമളാൻ ഒന്നാകുമ്പോഴത്തേന് ഉഷാറാക്കാന്ന് വിചാരിച്ചാൽ നടക്കാൻ പോണ കാര്യമല്ല. ഒരുങ്ങേണ്ടത് റജബിലാണ്, ഒരുങ്ങേണ്ടത് റജബ് 1-നാണ്. അള്ളാഹു നമുക്കതിന് തൗഫീഖ് തരട്ടെ. ബിഹഖ്ഖിൻ നബിയിൽ മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.